الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, നമ്മൾ 8th എഡിഷൻ സോളിസിൻ്റെ സമാപന സംഗമത്തിലാണുള്ളത്. വിശാലമായി സംസാരിക്കാൻ സമയമില്ല. ICFRSC സംഘകുടുംബം ഒരുമിച്ചു നടത്തുന്ന സോളിസിൻ്റെ 8ാമത് എഡിഷനിൽ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ബനിയാസ് പ്രദേശത്തെ സംഘചേതനയുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു ഏതാനും നിമിഷങ്ങൾ നമുക്കൊന്ന് കണ്ണോടിക്കാം. എഡ്യൂക്കേഷണൽ സെക്ടറിൽ നമ്മൾ ഇന്ന് 3 സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുആദ് ബിൻ ജബൽ സുന്നി മദ്രസ, ഹാപ്പി കിഡ്സ് ഇസ്ലാമിക് പ്രീ സ്കൂൾ, മുആദ് ബിൻ ജബൽ ഖുർആൻ അക്കാദമി. 2008 വളരെ വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികളുമായി ആരംഭിച്ച മുആദ് ബിൻ ജബൽ സുന്നി മദ്രസ ഇന്നേക്ക് 17 വർഷം പിന്നിടുകയാണ്. ഏകദേശം 2000-ഓളം അലുംനി പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. ഇന്ന് 250-ലധികം വിദ്യാർത്ഥികൾ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 12 ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ് നേതൃത്വം നൽകുന്നു. പാഠ്യേതര പദ്ധതികൾ വളരെ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെ നേരത്തെ നിങ്ങളിവിടെ മുഹമ്മദ് റസീനെയൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്തു. നമുക്ക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിൽ 7ാം തരത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ പങ്കെടുത്ത പരീക്ഷയിൽ 1ാം റാങ്ക് ലഭിച്ചത് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ UAEയുടെ ഗോൾഡൻ വിസ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ ഹയർ സ്റ്റഡീസിൽ മെഡിസിനും എഞ്ചിനീയറിങ്ങും ഈവൻ പൈലറ്റ് വരെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സ്റ്റുഡൻറ് അലുമിനിയിലുണ്ട്. അതുപോലെ 2017 നമ്മൾ ഹാപ്പി കിഡ്സ് ഇസ്ലാമിക് പ്രീ സ്കൂൾ ആരംഭിക്കുന്നത്. ഇന്നതിൻ്റെ 9 വർഷം പിന്നിടുകയാണ്. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 250-ലധികം അലുമിനിയാണ് അതിനുള്ളത്. 100-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് ഹാപ്പി കിഡ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 7-ലധികം ടീച്ചർമാരാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കലാപരമായ പ്രകടനങ്ങൾ നാം ഇന്നിവിടെ അനുഭവിച്ചതാണ്. ആ ടീച്ചേഴ്സിന് ഈ ഒരു സമയത്ത് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള. അതുപോലെ തന്നെ സംഘാടകരുടെയും മാനേജ്മെന്റിന്റെയും ഭാഗത്തു നിന്നുള്ള കൃതജ്ഞത, നന്ദി, സന്തോഷങ്ങൾ അവരെ അറിയിക്കുന്നു. അതുപോലെ നമ്മൾ കഴിഞ്ഞ ഈ അക്കാഡമിക് ഇയറിലാണ് മുആദ് ബിൻ ജബൽ ഖുർആൻ അക്കാദമി ലോഞ്ച് ചെയ്തത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആദ്യത്തെ ഷഹാദ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നേരത്തെ നടന്നത്. ഇൻഷാ അല്ലാഹ് ഡിസംബറിൽ അതിൻ്റെ 2ാമത്തെ ബാച്ച് ആരംഭിക്കുന്നു. അതിനുള്ള അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. നമ്മൾ ലിറ്റററി ആൻഡ് കൾച്ചറൽ ഈവൻസ്, നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാ കായിക അതുപോലെ തന്നെ അവരുടെ മറ്റു 21st സെഞ്ച്വറി സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആർട്സ് ഫെസ്റ്റുകൾ നടത്തി വരുന്നു. 2016-17 വർഷങ്ങളിൽ ജശ്നെ മീലാദ് എന്ന പേരിലായിരുന്നു നടന്നതെങ്കിൽ 2018 മുതൽ സോളിസ് എന്ന ബ്രാൻഡിലാണ് നാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത് സോളിസിൻ്റെ 8ാമത്തെ എഡിഷനിലാണ് നാം ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ സാഹിത്യ കലാപരമായിട്ടുള്ള സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി RSCയുടെ നേതൃത്വത്തിൽ സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സോളിസ് പ്രത്യേകം ഇപ്രാവശ്യത്തെ സോളിസ് എടുത്തു പറയേണ്ടതാണ്. കാരണം 500-ലധികം രജിസ്ട്രേഷനാണ് നമ്മുടെ ഈ 8th എഡിഷൻ സോളിസിൽ വന്നിട്ടുള്ളത്. 150-ഓളം മത്സര ഇനങ്ങളിൽ 500-ലധികം മത്സരാർത്ഥികളാണ് ഒരു മാസക്കാലമായിട്ട് സോളിസിൻ്റെ വിവിധ മത്സരങ്ങളിൽ മാറ്റുരക്കുകയുണ്ടായത്. 3 വയസ്സ് മുതൽ എത്ര വയസ്സുള്ള ആളുകൾക്കും മത്സരിക്കാവുന്ന രൂപത്തിലാണ് നമ്മൾ സോളിസിൻ്റെ മത്സരങ്ങളും അതിൻ്റെ ഈവൻറ്റുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് ബനിയാസിലെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, വിമൻ എൻഹാൻസ്മെന്റിന് വേണ്ടി, വിമൻ എംപവർമെന്റിന് വേണ്ടി അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹാദിയ കൂട്ടായ്മ. വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണ സമയത്ത് 2024, അതായത് കഴിഞ്ഞ വർഷം, വെറും 5 മെമ്പേഴ്സ് മാത്രമായിരുന്നു ഹാദിയ പഠിതാക്കളിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് 100-ലധികം
പഠിതാക്കൾ, സ്ഥിര പഠിതാക്കൾ ഹാദിക്ക് ഉണ്ട് എന്നത് വളരെ സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും നമ്മുടെ ഹാദിയുടെ ആ ഒരു ടീം വളരെ ഗംഭീരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന് ഉള്ള സന്തോഷം അവരെ കൂടെ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. വെൽഫെയർ ആൻഡ് ചാരിറ്റിയിൽ നമ്മൾ ബനിയാസ് എന്നും മറ്റുള്ള നമുക്ക് തന്നെയും അതുപോലെ തന്നെ ലോകത്തിന് തന്നെയും മാതൃകയാണ്. 2016 മുതൽ 2025 വരെ നമ്മൾ 3ഓളം വീടുകളുടെ സ്വാന്തന ഭവനങ്ങളുടെ നിർമ്മിതി പൂർത്തിയാക്കുകയുണ്ടായി. അതിന് ഏകദേശം 17 ലക്ഷം ഇന്ത്യൻ രൂപയാണ് നമുക്ക് ചെലവ് വന്നിട്ടുള്ളത്. അതുപോലെ കോവിഡ് കാലത്ത് വളരെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏകദേശം 1 ലക്ഷം ദിർഹം നമ്മൾ ഈ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മൾ 2022 33 കിണറുകൾ നിർമ്മിച്ചു നൽകാൻ ഉത്തരേന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വെള്ളം ലഭിക്കാൻ, കുടിവെള്ളം പോലും ലഭിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് നമ്മൾ കുടിവെള്ള പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. 33 നമ്മൾ പ്രഖ്യാപിച്ചതെങ്കിലും 53 കിണറുകൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. 50ന്റെ പണി ഓൾറെഡി കഴിഞ്ഞു, അതവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. 3 കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഏകദേശം 18,12,000 രൂപയാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഓരോ ബലിപെരുന്നാളിനും ഉദ്ഹിയ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു സംഖ്യ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. 2023 മുതൽ 2025 വരെ ഏകദേശം 12,31,500 രൂപ നാം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ 1 മുതൽ 12 വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായിട്ട് മതപ്രഭാഷണം നടക്കുകയും അതുപോലെ തന്നെ ധാരാളം ചാരിറ്റി പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. 40,000 ദിർഹംസിന്റെ ടോട്ടൽ സ്പെൻഡാണ് നമ്മൾ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ആകെ 12 ദിവസത്തിനകത്ത് ചെയ്തു തീർത്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പ്രസന്റേഷൻ്റെ ഒരു മെസ്സേജ് എന്ന നിലയ്ക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ടു ബി ഹാപ്പി ബട്ട് ഇറ്റ്സ് ടു ബി യൂസ്ഫുൾ, ഹോണറബിൾ ആൻഡ് കമ്പാഷനേറ്റ്. നമ്മൾ വെറുതെ സന്തോഷത്തോടെ ജീവിക്കുക, അവസാനം അങ്ങനെ മരിച്ചു പോവുക എന്നതല്ല. നാം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് കൃത്യമായ തെളിവ് ലോകത്ത് അവശേഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. മറ്റുള്ളവർക്ക് വേണ്ടി, അപരനു വേണ്ടി ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ വിശ്വാസിയാകുന്നത്. ഈ സംഘചേതനയുടെ ICF-ന്റെയും RSCയുടെയും കാവലും കരുതലും കരതല സ്പർശങ്ങൾ ഏൽക്കാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തുണ്ടാവാൻ പാടില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യരുടെ നേതൃത്വത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നാം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുമ്പോൾ ബദറിന്റെ രണാങ്കണത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഒരു ദുആ എനിക്ക് ഓർമ്മ വരികയാണ്. അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ ഈ സമയത്ത് നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമി ലോകത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമുണ്ടാകില്ല. അല്ലാഹുവേ, ഈ സംഘചേതനയുടെ ഇച്ഛാശക്തി നീ തകർത്ത് കളയരുത്. ഇത് തകർക്കാതെ ഈ വിളക്ക് ഞങ്ങൾക്ക് എന്നും ഇങ്ങനെ കത്തിജ്വലിച്ച് നിന്നുകൊണ്ടിരിക്കണം. അതിന് ഞങ്ങളുടെ നേതൃത്വത്തിന്റെ കീഴിൽ അതിങ്ങനെ കെടാതെ പ്രോജ്വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുളുള്ള ഇടങ്ങളിൽ പ്രകാശം കൊണ്ട് അവിടെയൊക്കെ നിറസാന്നിധ്യമായിട്ട് ഈ പ്രാസ്ഥാനിക കുടുംബത്തിന് എപ്പോഴും നിലനിൽക്കാനുള്ള ഉദവിയുണ്ടാകണേ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.